ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരങ്കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം വിശ്വസ്മൈ നമഃ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 99-ാമത്തെ ശ്ലോകമാണ് പഠിച്ചത്. 99-ാമത്തെ ശ്ലോകത്തിൽ 9 നാമങ്ങളായിരുന്നു. അത് പഠിച്ചു കഴിഞ്ഞപ്പം 932 നാമങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി കുറച്ച് നാമങ്ങളെ ബാക്കിയുള്ളൂ. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് 100-ാമത്തെ ശ്ലോകം. ആദ്യം ശ്ലോകം ഒന്ന് വായിക്കാം. അനന്തരൂപോ അനന്തശ്രീർജിതമന്യോർഭയാപക ചതുരസ്രോ ഗഭീരാത്മാ വിദിശോ വ്യാദിശോ ദിശഃ. ഒരിക്കൽ കൂടി വായിക്കാം. അനന്തരൂപോ അനന്തശ്രീർജിതമന്യോർഭയാപക ചതുരസ്രോ ഗഭീരാത്മാ വിദിശോ വ്യാദിശോ ദിശഃ. 9 നാമങ്ങളുണ്ട് ഈ ശ്ലോകത്തിൽ. നാമങ്ങൾ പറയാം. അനന്തരൂപഃ, അനന്തശ്രീഹി, ജിതമന്യുഃ, ഭയാപഹഃ, ചതുരസ്രഃ, ഗഭീരാത്മാ, വിദിശഃ, വ്യാദിശഃ, ദിശഃ. ഒരിക്കൽ കൂടി പറയാം. അനന്തരൂപഃ, അനന്തശ്രീഹി, ജിതമന്യുഃ, ഭയാപഹഃ, ചതുരസ്രഃ, ഗഭീരാത്മാ, വിദിശഃ, വ്യാദിശഃ, ദിശഃ. ഇതാണ് നാമങ്ങൾ. ഇനി നമ്മൾക്ക് ഓരോ നാമം എടുത്തിട്ട് അർത്ഥം നോക്കാം. അനന്തരൂപോ അനന്തശ്രീർജിതമന്യോർഭയാപഹഃ ചതുരസ്രോ ഗഭീരാത്മാ വിദിശോ വ്യാദിശോ ദിശഃ. ഇതാണ് ശ്ലോകം. ആദ്യത്തെ നാമം അനന്തരൂപഃ. അനന്തം, അന്തമില്ലാത്തത്, അതായത് അനേകമെന്നർത്ഥം. ധാരാളം രൂപങ്ങളുള്ളവൻ, അനേകം രൂപങ്ങളുള്ളവൻ. നമ്മൾ അർജുനനെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു ഭഗവാൻ, വിരാട് രൂപം അല്ലേ. അപ്പോൾ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നതായിരുന്നു ആ വിരാട് രൂപം എന്ന് അത്ഭുതപ്പെട്ട ആ അർജുനനെ ഭഗവാൻ കാണിച്ചു കൊടുത്ത ആ രൂപം അർജുനൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ പറയുന്നു, അനേക ബാഹു ഉദരവക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോ അനന്തരൂപം എന്ന് പറഞ്ഞാൽ അനേക ബാഹു, ധാരാളം കൈകളും, ഉദരം വയറുകളും, വക്ത്രം മുഖങ്ങളും, നേത്രം കണ്ണുകളും, പശ്യാമി ഞാൻ കണ്ടു. അപ്പം എണ്ണമറ്റ കൈകളും ഉദരങ്ങളും മുഖങ്ങളും കണ്ണുകളും എന്നിങ്ങനെ എവിടെയും അനേകം രൂപങ്ങൾ കാണപ്പെട്ടു. അത്ഭുതസ്തബ്ധനായ അർജുനൻ ഭഗവാൻ അനുഗ്രഹിച്ചു നൽകിയ ദിവ്യദൃഷ്ടിയാൽ എല്ലാം കണ്ടു വിസ്മയിച്ചു. അപ്പം അനേക ആത്മാവായതിനാൽ ഭഗവാൻ അനന്തരൂപൻ, എല്ലാവരുടെയും ആത്മാവിൽ കുടികൊള്ളുന്ന ആ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാന്റെ പേര് അനന്തരൂപൻ, അനേകം രൂപങ്ങളുള്ളവൻ എന്നർത്ഥം. അടുത്ത നാമ അനന്തശ്രീഹി. ശ്രീഹി എന്ന് പറഞ്ഞാൽ, ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം. അതായത് നമ്മളുടെ എന്തൊക്കെയാണ് ഐശ്വര്യം, വീര്യം ഒക്കെ പഠിച്ചിട്ടില്ലേ, അത് തന്നെ. അപ്പോൾ അത് അനന്തമാണ്, അന്തമില്ലാത്തത്.
അപരിമിതം, അതായത് ഒരു അളക്കാൻ പറ്റാത്ത അനന്തമായ ഐശ്വര്യത്തോടു കൂടിയവനാണ് ഭഗവാൻ. അപ്പം ലക്ഷ്മി സരസ്വതി ധാത്രി ത്രിവർഗ സമ്പദ് വിഭൂതി ശോഭാൻ ഉപകരണ വേഷരചന വിവാസൂച ശ്രീതീതി പ്രതിത എന്ന് വർണ്ണിക്കുന്നു. അതായത് കോശന്യായത്തിൽ പറയാണ്, ശക്തിയാണ് പരമാത്മാവ്, പരമാത്മാവിൻ്റെ ശക്തിയെയാണ് അതിമഹത്വം വിവിധവുമായി വേദങ്ങളിൽ വർണ്ണിക്കുന്നത് എന്നൊക്കെ പറയുന്നു. ഇനി ശ്വേതാശ്വതരോപനിഷത്തിൽ പരാസ്യശക്തിർ വിവിധൈവ ശ്രൂയതേ എന്ന് പറയുന്നു. അതായത് ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി, ഇങ്ങനെ വളരെ പ്രധാനമായ അനേക രൂപമായ ഈ ശക്തികളിൽ നമ്മുടെ ശാരീരികവും ബുദ്ധിപരവും മാനസികവുമായ ശക്തികൾ ഭഗവാനിൽ നിന്നുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അഹംഭാവം ഇല്ലാതാക്കി സമർപ്പണ ബുദ്ധിയെ ഉണ്ടാക്കും. പിന്നെ എല്ലാ ജന്തുക്കളുടെയും ശക്തികളെല്ലാം ഭഗവാന്റേതാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഭഗവാൻ അനന്തശക്തിയുള്ളവനാണ്. അപ്പം ഇവിടെ അനന്തശ്രീഹി എന്ന് പറഞ്ഞു. അപരിമിതമായ അനന്തമായ ഐശ്വര്യത്തോടു കൂടിയവനാണ് ഭഗവാൻ. അടുത്ത നാമം പറയുന്നു ജിതമന്യുഹു. ഇവിടെ മന്യു എന്ന് പറഞ്ഞാൽ ക്രോധം, ജിതം എന്ന് പറഞ്ഞ് ജയിച്ചത്. അപ്പോൾ ക്രോധത്തെ ജയിച്ചവൻ എന്ന അർത്ഥത്തിൽ ജിതമന്യുഹു. നമ്മൾ നേരത്തെ ഒരു നാമം പഠിച്ചില്ലേ, 463 തോന്നുന്നു, 462 ജിതക്രോധ എന്ന്. അത് തന്നെയാണ് ഇവിടെയും. അതായത് ഒരുവൻ്റെ ആഗ്രഹങ്ങൾക്ക് വിഘ്നം വരുമ്പോഴാണ് ക്രോധമുണ്ടാകുന്നത്. അപ്പം ഭഗവാൻ ആപ്തകാമനാണ്, എല്ലാം കൊടുക്കുന്ന, അപ്പം എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് ആഗ്രഹങ്ങളും ഒന്നുമില്ല ഭഗവാന്. സത്യകാമൻ, സത്യസങ്കല്പൻ എന്നൊക്കെ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം സങ്കല്പമാത്രത്തിലെല്ലാം സാധിക്കുന്ന ഭഗവാന് ക്രോധം ഉണ്ടോ? ഇല്ല. ഭഗവാന് ക്രോധത്തിന് അവകാശമില്ല. അപ്പം ക്രോധത്തെ ജയിച്ചവൻ എന്ന അർത്ഥത്തിൽ ജിതമന്യുഹു എന്ന് ഭഗവാന് പേര്. അടുത്ത നാമം ഭയാപഹ. ഭയത്തെ അപഹരിച്ചവൻ, ഭയത്തെ ഇല്ലാതെയാക്കുന്നവൻ, ഭയത്തെ നശിപ്പിക്കുന്നവൻ. അപ്പോൾ ഭഗവാൻ സംസാര ഭയത്തെ നശിപ്പിക്കുന്നു, ജനന മരണ ഭയത്തെ ഭക്തന്മാർക്കില്ലാതെയാക്കുന്നു. സംസാര സാഗരത്തിൽ കഷ്ടപ്പെടുന്നവർ ഭഗവാനെ സകലഗതിയും മുട്ടി ശരണാഗതി അടയുമ്പോൾ അവരിൽ കരുണ പൂണ്ട് അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. അപ്പം ദൈവകടാക്ഷം അനുഭവിക്കുമ്പോൾ ഭയം ഇല്ലാതെയാകുന്നു. അതുകൊണ്ട് ഭഗവാൻ ഭയാപഹ, ഭഗവാൻ വീതഭയനാണ്, ഭയത്തെ ഇല്ലാതാക്കുന്നവൻ. ഇനി ഭയനാശനാന്ന് നമ്മൾ 835 നാമത്തിൽ ഇത് തന്നെ അർത്ഥം പറഞ്ഞായിരുന്നു, ഭയനാശനകാന്ന്. അപ്പോൾ ഭയാപഹവും ഭയനാശനവും ഒരു അർത്ഥം തന്നെയാണ്, ഭയത്തെ നശിപ്പിക്കുന്നവൻ എന്നർത്ഥം. അതുകൊണ്ട് ഭഗവാൻ ഭയാപഹ. ഇനി ചതുരസ്രഹ. ചതുഹു 4. ചതുരസ്രഹ എന്ന് പറഞ്ഞാലോ 4 ദിക്കിലേക്കും ഒന്നുപോലെ കണ്ണുകളുള്ളവൻ, ദൃഷ്ടിയുള്ളവൻ എന്നൊക്കെ അർത്ഥം. അപ്പം സമചതുരത്തിൻ്റെ നീളവും വീതിയൊക്കെ എങ്ങനെയാണോ സമമായിരിക്കുന്നത്, അതുപോലെ ഭഗവാൻ എല്ലാം സത്യമായും സൂക്ഷ്മമായും മനസ്സിലാക്കി കർമ്മഫലം നൽകുന്നു. ഒരു പക്ഷാഭേദവും ഭഗവാൻ കാണിക്കുന്നില്ല. കർമ്മം എപ്രകാരമാണോ ചെയ്യുന്നത് അപ്രകാരം പുണ്യങ്ങളും പാപങ്ങളും നോക്കി അനുരൂപമായ ഫലം ഭഗവാൻ നൽകുന്നു. അതുകൊണ്ട് ചതുരസ്ര ശബ്ദം എന്ന് പറഞ്ഞാൽ സർവരിലും സമനായവൻ എന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അപ്പം ഇവിടെ 4 ഭാഗത്തേക്കും ഒരുപോലെ കണ്ണുള്ളവൻ എന്ന് അർത്ഥം, ചതുരസ്രഹ. അടുത്ത നാമം ഗഭീരാത്മ. ഗഭീരം എന്ന് പറയാൻ ഗംഭീരം തന്നെ. അപ്പം ഗംഭീരമായ ആത്മാവോട് കൂടിയവൻ. അതായത് ഭഗവാന്റെ സ്വരൂപം തേജസ് ഒന്നും അളക്കാൻ പറ്റില്ല. ഗഭീര എന്ന് പറഞ്ഞാൽ 843 നാമം തന്നെ നമ്മൾ ഗഭീര എന്ന് പഠിച്ചു അല്ലേ. അപ്പം നിമ്നം, ഗഭീരം, ഗംഭീരം എന്നൊക്കെ അർത്ഥം.
അതുകൊണ്ട് വളരെ ആഴമുള്ള ആത്മാവോടുകൂടിയവൻ, എല്ലാവരുടെയും പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവായിരിക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് ഗഭീരാത്മാ എന്ന് പേര്. അടുത്ത നാമം വിദിശക, വിശേഷേണ ദേശിക്കുന്നവൻ. വിശേഷ ശബ്ദത്തിന് വിവിധമായി, വിശേഷമായി എന്നെല്ലാം അർത്ഥമുണ്ട്. അപ്പം ദേശിക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കുക എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും തക്കതായ ഫലങ്ങൾ കൊടുക്കുന്നവൻ. ഭഗവാനെ സേവ പിടിച്ചിട്ട് കാര്യം സാധിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഗഭീരാത്മാവായതിനാൽ ഭഗവാന്റെ മനസ്സറിയുവാൻ ആർക്കും കഴിയില്ല. ഒരു തരത്തിലും ഫലം നൽകുന്നതിൽ ഭഗവാൻ ഒരു തെറ്റും പറ്റില്ല. എല്ലാവർക്കും ഒരേപോലെ ഭഗവാൻ അവരുടെ കർമ്മ അനുസരിച്ച് ഫലം കൊടുക്കുന്നു. അതുകൊണ്ട് വിശേഷേണ ദേശിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാന് വിദിശൻ എന്നു പേര്. അടുത്ത നാമം വ്യാദിശക, വിശേഷേണ ആദേശിക്കുന്നവൻ, ആജ്ഞയെ നടത്തുന്നവൻ. അതായത് ഇന്ദ്രാദി ദേവന്മാർക്ക് വിവിധ രൂപത്തിൽ വിശേഷ ആജ്ഞകൾ കൊടുക്കേണ്ടി വരുന്നു. അതായത് ലോകനാഥനായ ഭഗവാൻ ലോകപരിപാലനത്തിനായി ഓരോരുത്തരെ നിയമിച്ചിരിക്കുന്നുണ്ട്, അല്ലേ? ഓരോ ദേവന്മാരെ. അപ്പോൾ അവർക്കൊക്കെ ആജ്ഞകൾ കൊടുത്തിട്ട് അവരെ കൊണ്ടാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അവരവരുടെ ജോലികളിൽ വിലോപം വരാതെ ഇരിക്കാൻ വേണ്ടി ഭഗവാൻ എന്ത് ചെയ്യുന്നു? അവർക്ക് വിശേഷ ആജ്ഞകൾ നൽകുന്നു. അതുകൊണ്ട് ഭഗവാന് പേര് വ്യാദിശൻ എന്നാണ്, വിശേഷണ ആദേശിക്കുന്നവൻ. അടുത്ത നാമം ദിശക, ദേശിക്കുന്നവൻ. ദേശിക്കുക എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുക എന്നും ദാനം ചെയ്യുക എന്നും ഒക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഭഗവാൻ കർമ്മഫലങ്ങൾ ദാനം ചെയ്യുന്നു, അധർമ്മങ്ങളെ ഉപദേശിക്കുന്നു. അതുകൊണ്ടൊക്കെ ഭഗവാന് ദിശ എന്ന് പേര്, ദിശൻ എന്ന് പേര്. അപ്പം ഗൂഢ അർത്ഥങ്ങൾ അറിയുന്നവനുമാണ് ഭഗവാൻ. അപ്പോൾ ഭക്തന്മാർക്ക് ഉപദേശങ്ങൾ നൽകാൻ ഭഗവാന് മാത്രമേ പറ്റൂ. എല്ലാം വേദങ്ങളുടെ എല്ലാം കർത്താവും ഭഗവാൻ തന്നെയാണ്, വേദങ്ങളെ സൃഷ്ടിച്ചതും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഭഗവാന് മാത്രമേ അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഭഗവാന് പേര് ദിശൻ എന്ന്, ദിശക, ദേശിക്കുന്നവൻ. ഇനി നമ്മൾക്ക് ഈ ഓരോ വാക്കിൽ അർത്ഥം നോക്കിയിട്ട് അതിൻ്റെ ശ്ലോകത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം നോക്കാം. അതായത് അനന്തരൂപോ അനന്തസൃജിതമന്യോർഭയാപക ചതുരസ്രോ ഗഭീരാത്മാ വിദിശോ വ്യാദിശോ ദിശക. അനന്തരൂപക, അനേകം രൂപങ്ങളുള്ളവൻ. ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളുടെയും രൂപം ഭഗവാന്റേതാണ്. അതുകൊണ്ട് അനന്തശ്രീ, അന്തമില്ലാത്ത ഐശ്വര്യത്തോട്, എന്ന് പറഞ്ഞാൽ അളവില്ലാത്ത ഐശ്വര്യത്തോടു കൂടിയവൻ. ജിതമന്യുവും അന്യുവിനെ ജയിച്ചവൻ. ഭയാപക, ജനന മരണ ഭയം ഇല്ലാതാക്കുന്നവൻ. ചതുരസ്രഹ, സർവരിലും സമനായവൻ, 4 ഭാഗത്തേക്കും സമദൃഷ്ടിയുള്ളവൻ. ഗഭീരാത്മാ, വളരെ ആഴമുള്ള ആത്മാവോട് കൂടിയവൻ. വിദിശക, വിശേഷേണ കൊടുക്കുന്നവൻ. കർമ്മങ്ങൾ അറിഞ്ഞ് തെറ്റുപറ്റാതെ പുണ്യപാപ ഫലങ്ങളെ വിധിച്ച് നൽകുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് വ്യാദിശക, വിശേഷേണ ആദേശിക്കുന്നവൻ, ആജ്ഞാപിക്കുന്നവൻ. ലോകനാഥന്മാർക്ക് ആജ്ഞകൾ നൽകുന്നവൻ. നമ്മുടെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇന്ദ്രനും ശിവനും ബ്രഹ്മാവും എല്ലാം അവരവരുടെ ഡ്യൂട്ടികൾ ഭഗവാനെ പേടിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോ ഇതിലും. അപ്പം അവർക്ക് വേണ്ട ആജ്ഞകളെ നൽകുന്നു. അതുകൊണ്ട് ഭഗവാനെ വ്യാദിശൻ എന്ന് പറയുന്നു. ദിശക ലാസ്റ്റ് നാമം, ധർമാധർമ്മങ്ങൾ ഉപദേശിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ. ഇനി ടോട്ടലി ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. അനന്തരൂപോ അനന്തസൃജിതമന്യോർ ഭയാപക ചതുരസ്രോ ഗഭീരാത്മാ വിദിശോ വ്യാദിശോ ദിശക. അനേകം രൂപങ്ങളുള്ളവനും വളരെയേറെ ഐശ്വര്യത്തോടു കൂടിയവനും ക്രോധത്തെ ജയിച്ചവനും സംസാരഭയത്തെ നശിപ്പിക്കുന്നവനും സർവരിലും സമനായവനും അളക്കപ്പെടാൻ കഴിയാത്തവനും അളക്കപ്പെടാൻ കഴിയാത്ത അത്ര തേജസ്സോടു കൂടിയവനും ഒരു തരത്തിലും തെറ്റുപറ്റാതെ കർമ്മഫലങ്ങൾ നൽകുന്നവനും വിവിധ രീതിയിൽ വിശേഷമായ ആജ്ഞകൾ നൽകുന്നവനും
ഉപദേശങ്ങൾ നൽകുന്നവനും ഭഗവാൻ വിഷ്ണു തന്നെ എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകവുമായി വരുന്നവരെ ഹരി ഓം നാരായണ. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു.